Hello guys, welcome to my YouTube channel. Today we're going to start off the day with a push day. ആദ്യം വാം അപ്പ് ചെയ്യാം എന്നിട്ട് ചെയ്യാം. എനിക്ക് ഈ ഡംബിൾ പ്രസ്സും മെഷീൻ പ്രസ്സും ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി എനിക്ക് എൻ്റെ ചെസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അത് കാരണം ഞാൻ അധികം അങ്ങനെ ബെഞ്ച് ചെയ്യാറില്ല. Since I'm doing a vlog, I thought I'll start my workout with a bench press. നിങ്ങൾ അടിക്കുന്ന വെയിറ്റിനെക്കാട്ടിലും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഫോമാണ്. ഞാൻ നോർമലി ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു 25 ആഡ് ചെയ്യും. പിന്നെ ഞാനൊരു 100 കിലോ ഒന്ന് ശ്രമിക്കും. 110 വരെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അറിയത്തില്ല, പറ്റുമെന്ന് നോക്കാം. ഇനി നമുക്ക് 185 പൗണ്ട്സ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പറ്റും. ഞാൻ സാധാരണ ഈ 100 കിലോ ചെയ്യുന്ന സമയത്ത് എപ്പോഴും എനിക്കൊരു സ്പോട്ടർ കാണും. എങ്ങനെ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ച് കയറ്റാൻ വേണ്ടി. പക്ഷേ ഇന്ന് ഞാൻ ഗോയിങ് ടു ടേക്ക് ദ റിസ്ക്. സ്പോട്ടർ അല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒരു സ്പോട്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ താഴെ പോയേനെ. പക്ഷേ എന്തോ എനിക്ക് താഴെ പോകാൻ പറ്റിയില്ല. ഞാൻ സസ്കച്ചുവാനെ തന്നെ ചെറിയൊരു സിറ്റിയായ മൂസ്റ്റോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ജീവിക്കുന്നത്. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് റജേനയിൽ നിന്നും സാസ്കറ്റൂണിൽ നിന്നൊക്കെ വരുന്നുണ്ട്. നമുക്ക് അടുത്ത ആഴ്ച ഒരു മലയാളി ഫുട്ബോൾ ടൂർണമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഫുട്ബോൾ ടൂർണമെൻറ്റിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇവരെല്ലാവരും ഇങ്ങോട്ട് വരിക. അപ്പോൾ ഇന്ന് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുട്ബോൾ കളിക്കാൻ പോവുക. അപ്പോൾ ദാറ്റ്സ് ഗോണ ബി ദേർ ഇൻ ദ വ്ലോഗ് ടു. ഇതെനിക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതെൻ്റെ പേഴ്സണൽ റെക്കോർഡായിരിക്കും. വുഡ് യു മൈൻഡ് ഗിവിംഗ് മീ എ സ്പോട്ട്? I'm doing a YouTube vlog today. That's heavy, man. I've done it once, but it was like long back, almost like 5-6 months back. I'm just aiming for one rep. That's it. Okay. Yeah. Okay. Yeah. Got it? Yeah. Push, 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 push. You got it. You got it. That was a bad rep. But you did it. Thank you. You did it. Right? And like it's the way you hold it too. So like even when I started, like I used to hold it like this, right? And that's not the right way to do it. Like you should hold it in a way like this, so that it's you're basically like bending the bar. You're trying to like grip the bar. Yeah, and then you'll be able to get a better. Jimmy പോകുന്ന ഒരാളാണെങ്കിൽ wipe down your equipments after you use it, because that's good gym etiquette. ഇന്നത്തെ വർക്കൗട്ടിൽ what I'm aiming for is more controlled reps rather than weights. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വെയിറ്റ് മേളിൽ പോകുന്നില്ലെന്ന്. ഈ വെയിറ്റ് വെച്ച് 3 സെറ്റ് is what I'm gonna do. എൻ്റെ അടുത്ത പുഷ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സൂപ്പർ സെറ്റ്. ഞാൻ ഷോൾഡർ പ്രസ്സും ലാഡർ റൈസസും കൂടെ സൂപ്പർ സെറ്റ് ചെയ്യും. ആൻഡ് എനിക്ക് തോന്നുന്നു നല്ലൊരു പമ്പ് വന്നു. അപ്പോൾ ഒരു പമ്പ് കവർ വരാം. അടുത്ത എൻ്റെ ഫ്ലൈ മൂവ്മെൻ്റ് ആണ്. I'm gonna do decline flies. അപ്പോൾ ഇത് ഈ ഒരൊറ്റ വർക്കൗട്ടായിരിക്കും എൻ്റെ ലോ ചെസ്റ്റിനെ ടാർഗറ്റ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പുഷ് പുൾ ലെഗ് അല്ല ചെയ്യുന്നത്. ഞാനൊരു ആഴ്ച തുടങ്ങുന്നത് പുഷ് പുൾ ലെഗ് വെച്ചിട്ടാണ്. പിന്നെ ഞാൻ ചെയ്യുന്നത് ചെസ്റ്റ് ആൻഡ് ബാക്ക് ആൻഡ് ഷോൾഡർ, പിന്നെ ഷോൾഡേഴ്സ് ആൻഡ് ആംസ് ആൻഡ് അഗെയിൻ ലെഗ്സ്. ഇങ്ങനെയാണ് എൻ്റെ വർക്കൗട്ട് സ്പ്ലിറ്റ്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ പുഷ് ഡേ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓവറായിട്ട് ട്രൈസെപ്സ് ട്രെയിൻ ചെയ്യാറില്ല. ട്രൈസെപ്സിന് ഞാൻ ഒരു വർക്കൗട്ടേ ചെയ്യാറുള്ളൂ. ലൈക്ക് എന്തെങ്കിലും കോമ്പൗണ്ട് മൂവ്മെൻറ്റ് നിങ്ങളുടെ വർക്കൗട്ട് സ്പ്ലിറ്റിൽ ഉണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് ലൈക്ക് ട്രൈസെപ്പ് മൂവ്മെൻറ്റ്. കാരണം നിങ്ങൾ ഈ കോമ്പൗണ്ട് മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ട്രൈസെപ്സ് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓവറായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. Now let's go to our last workout. ഇത് ബേസിക്കലി എനിക്ക് പൊക്കോളുണ്ടാണോ എന്നറിയത്തില്ല. ഞാനിങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ചെസ്റ്റ് ഒട്ടും ഫീൽ ചെയ്യാറില്ല. അതുകൊണ്ട് വാട്ട് ഐ ഡു ഇസ് ഞാനിങ്ങനെ നിന്ന്
ബോഡി മാക്സിമം ഇതിൽ ചേർത്ത് വെച്ച് ഞാൻ നിന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ചെസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു സാധനമായിരിക്കും മൈൻഡ് മസിൽ കണക്ഷൻ. ഇപ്പോൾ ഈ മൈൻഡ് മസിൽ കണക്ഷൻ എന്ന് പറയുന്ന സാധനം ലൈക്ക് ബേസിക്കലി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് മസിൽ ഗ്രൂപ്പാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരു സാധനമാണ് മൈൻഡ് മസിൽ കണക്ഷൻ. മൈൻഡ് മസിൽ കണക്ഷൻ വരാൻ എന്നെ ഏറ്റവും സഹായിച്ചത് ഇസ് ഫ്ലെക്സിങ് ആഫ്റ്റർ യുവർ വർക്കൗട്ട്സ്. ലൈക്ക് യു ക്യാൻ ഡു ദിസ് either way. After each workouts, like try to flex the muscles that you've worked out. Or let's say after all your workouts നിങ്ങൾ യൂട്യൂബിലോ എന്തിലേലും നോക്കിയിട്ട് ഒരു പോസിങ് റൂട്ടീൻ പഠിക്കുക. പോസിങ് റൂട്ടീൻ പഠിച്ചിട്ട് like try to do that after you finish your workout. Like for example, like കുറച്ച് like lat spread ആണെങ്കിലും ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ once I started posing or like flexing after my workouts, once I started adding this to my routine is when I started seeing massive gains. എൻ്റെ ഷോൾഡേഴ്സിനും ട്രൈസെപ്സിനും മേജർ ഗ്രോത്ത് വരാൻ തുടങ്ങിയത് ഞാൻ ഈ ഫ്ലെക്സ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്. നിങ്ങൾ ആദ്യം ജിമ്മിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 2-3 മാസം പോയ ഒരാളാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഫ്ലെക്സ് ചെയ്യുമ്പോൾ മസിലൊന്നും അവിടെ കാണത്തില്ല. ആൻഡ് ദാറ്റ്സ് ഓക്കെ. And I used to do this too. ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയ സമയത്ത് I used to flex even when I didn't have enough muscles. Like I'll take my phone, I'll keep it on the side and I'll just like start practicing like flexing and everything. Like, I used to practice posing every single day after my workout. And like recording that also helps you. Like you will know like what you're doing wrong and then you will be able to analyze what you have done and then you'll be able to feel your muscle more. അവിടെ കുറേ കൂടെ ബ്ലഡ് ഫ്ലോ കിട്ടും. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ മൈൻഡ് മസിൽ കണക്ഷൻ അതായിരിക്കും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അത് നിങ്ങൾക്ക് കൂടാൻ തുടങ്ങും. പിന്നെ നിങ്ങളുടെ വർക്കൗട്ട്സ് വിൽ ബി മോർ എഫിഷ്യൻറ്റ്. ഇപ്പോൾ ഫോർ ലെറ്റ്സ് സേ ഇഫ് യു ആർ ഡൂയിങ് എ ലാറ്റ് പുൾ ഡൗൺ യു വിൽ നോ വിച്ച് മസിൽ ഇസ് വർക്കിംഗ് വൈൽ യു ആർ ഡൂയിങ് ഇറ്റ്. സ്റ്റാർട്ട് ഇൻക്ലൂഡിങ് ദിസ് ഇൻ യുവർ വർക്കൗട്ട് ആൻഡ് ഡെഫിനറ്റ്ലി ദിസ് വിൽ ഹെൽപ്പ് യു അ ലോട്ട്. Like for a push day, this will be my posing routine. Like I'll start with my front double biceps and then I'll go to this. എനിക്കിതിൻ്റെ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എൻ്റെ മാക്സിമം ഞാൻ എൻ്റെ ചെസ്റ്റും ഷോൾഡേഴ്സും ഫ്ലെക്സ് ചെയ്യാൻ നോക്കും. then I'll go to this side and do a triceps. ഇത് 2 രീതിയിൽ ഞാൻ ചെയ്യാൻ നോക്കും. the other side. ഇത് കഴിഞ്ഞിട്ട് ചെസ്റ്റിന് വേണ്ടി സൈഡ് ചെസ്റ്റ്. ബേസിക്കലി ഈ കൈ വെച്ച് ഈ ബൈസെപ്സ് വെച്ച് നമുക്ക് ഈ ചെസ്റ്റ് പുഷ് ചെയ്യാൻ പറ്റും. ഈ ചെസ്റ്റ് പുഷ് ചെയ്യുക, പിന്നെ ഇങ്ങനെ പൊക്കി വെക്കുക. മാക്സിമം നമ്മുടെ ചെസ്റ്റ് ആക്ടിവേറ്റ് ആവും. ഇത് 2 സൈഡിലും ചെയ്യുക. ദിസ് വിൽ ഹെൽപ്പ് യു ടു ആക്ടിവേറ്റ് യുവർ മസിൽസ്. എനിക്ക് ഈ സൈഡിനെക്കാളും കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ട് തോന്നുന്നു ഈ സൈഡാണ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഫ്ലെക്സ് ചെയ്യുന്ന സമയത്ത്. ആൻഡ് ദെൻ ഐ ഫിനിഷ് ഇറ്റ് ഓഫ് വിത്ത് ബാക്ക് ഡബിൾ ബൈ. ഇന്നത്തെ വർക്കൗട്ട് ഇത്രേ ഉള്ളൂ. ഇനിയും നമുക്ക് നേരെ പോയി ഫുട്ബോൾ കളിക്കാം. ഇവിടെ അടുത്തൊക്കെ ഗ്രൗണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് സമ്മർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ പുറത്താണ് പോയി ഫുട്ബോൾ കളിക്കാറ്. ബോയ്സ് എല്ലാം സാസ്കറ്റൂണിൽ നിന്ന് വന്നുകൊണ്ട് നമ്മൾ ഫുട്ബോൾ കളിക്കാനായിട്ട് ഇപ്പം ഗ്രൗണ്ടിലോട്ട് പോവുകയാണ്. ഗ്രൗണ്ടിലെത്തി ഫുട്ബോൾ ഇതേ നമ്മൾ ഗ്രൗണ്ടിലെത്തി. ഇതേപോലത്തെ ഗ്രൗണ്ടൊക്കെ ഫ്രീ ആണ് ഫുട്ബോൾ കളിക്കാൻ, പൈസ കൊടുക്കണം. ദേവുണ്ണി നമ്മുടെ കൂടെ ഒരു വികലാംഗനുണ്ട്. പണ്ട് ഫുട്ബോൾ കളിക്കാൻ പോയപ്പോൾ ഇഞ്ചുറി കിട്ടി കാലൊടിഞ്ഞ മനുഷ്യനാണ്. ACL ടയർ 3 ACL ടയർ 2 ആണ് മച്ചാന്. ഇതാണ് ആള് മൈക്കിൾ. 77 ഒക്കെയാണ് നമ്പർ. ഇത് ഒരു റൊണാൾഡോ അല്ല 2 റൊണാൾഡോ ആണ് മൈക്കിൾ. അതുകൊണ്ട് 2-7. ബ്രസീലിയൻ എന്തോ സാമ്പാർ കളിക്കുന്നതോ പറഞ്ഞിട്ടുണ്ട്. സാമ്പാർ താളം സാമ്പാർ എന്താ പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പൊ ബൂട്ടപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ റെഡി ആകാൻ പോവാണ്. നമ്മൾ പുതിയ ബോൾ മേടിച്ചു. യൂറോ ബോൾ ഇതാണ് നമ്മുടെ കൂട്ടത്തിൽ നന്നായിട്ട് കളിക്കുന്ന ഒരു പയ്യൻ. വിചാരിക്കുന്ന പയ്യൻ മനസ്സിലായി. ഇനിയും കുറച്ച് വാം അപ്പ് ചെയ്യാം.
കളി കഴിഞ്ഞു. ഇവിടെ ഇപ്പം ഒരു 9:30 ആയി സമയം. പക്ഷെ എന്നാലും ആകാശമൊക്കെ ഉണ്ട്. ഇതാണ് ലാൻഡ് ഓഫ് ലിവിങ് സ്കൈസ്. ഉണ്ടോ ബോയ്സ് എല്ലാം. ഇനി നമ്മൾ വീട്ടിൽ പോയിട്ട്